ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി താനൂർ സബ് ഡിവിഷനിൽ ഭിന്നശേഷിക്കാരുടെ സംഗമം നടത്തി. പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നെസ്ല ബഷീർ ഉദ്ഘാടനം ചെയ്തു. അവിടേക്ക് ഇങ്ങനെ വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത ആവശ്യങ്ങളും അർഹിക്കുന്ന ഒരു നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഭിന്നശേഷി ദിന ആഘോഷം നടത്തുന്നത്. ഡിസംബർ 3-ാം തീയതി തുടങ്ങിയെങ്കിലും ഇന്ന് ജനുവരി 27-ൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന്റെ നിറം ഒട്ടും മങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് എങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി. നേരത്തെ ഡിവൈഎസ്പി സർ സൂചിപ്പിച്ച പോലെ തന്നെ വയറ് നിറയെ ഭക്ഷണവും റെഡിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും മനസ്സ് നിറഞ്ഞ ഒരു പരിപാടി വയറ് നിറച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമ്മള് എന്തൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും നാളേക്കാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പോലെ ഇനി വരുന്ന ഒരു അടുത്ത ജന്മത്തിലേക്കാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എങ്കിൽ അതൊരു വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞു വെച്ചിടത്താണ് ഇന്ന് ഇവിടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ അങ്കണം മാതൃകയാകുന്നത് എന്നുള്ളതാണ്. ഒരു വൃക്ഷത്തൈ നമ്മൾ നട്ടുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു നന്മയാണ് പാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വിഭാവനം ചെയ്യുന്ന ഈ നിയമപാലകരെ അത്യന്തം താനൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. ബിജിത് KT അധ്യക്ഷനായി, ഡിവൈഎസ്പി പ്രമോദ് P മുഖ്യപ്രഭാഷണം നടത്തി. SI സുജിത് NR, കൗൺസിലർമാരായ OK ബേബി ശങ്കർ, ഫാറൂഖ് നടക്കാവ്, ആനന്ദൻ കാർക്കോളി, ബഡ്സ് സ്കൂൾ ടീച്ചർ സബിത എന്നിവർ പ്രസംഗിച്ചു. താനൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ ഡാൻസും അമ്മമാരുടെ കൗൺസിലർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പാട്ടും ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടികളും ചേർന്ന് വൃക്ഷത്തൈ നട്ടു. ചെയർപേഴ്സൺ നെസ്ല ബഷീർ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി. താനൂർ പോലീസ് പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണവും നൽകി. പോലീസ് ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, TDRF, ട്രോമ കെയർ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സർക്കാരിന്റെ ഭിന്നശേഷി വാരാചരണമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സർഗവാസങ്ങളോ അതോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. കൂടാതെ ലഹരിക്കെതിരെ ഒരു ഡേ-നൈറ്റ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. 1ാം സമ്മാനം 3000 രൂപയും 2ാം സമ്മാനം. ഇതുമായി ബന്ധപ്പെട്ട് ഡേ-നൈറ്റിൽ ഒട്ടനവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീണ്ടും കോട്ടപ്പുറത്തിൽ വീണ്ടും ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ്. സന്ധ്യയില്ലാ സമരം ലഹരിക്കെതിരെ താനൂർ പോലീസ് സബ് ഡിവിഷനിൽ ഞങ്ങൾ സ്വീകരിച്ചു. നല്ലവരായ എല്ലാ ജനങ്ങളും ലഹരിയെ സമൂഹത്തിൽ കടക്കാൻ വേണ്ടി അത്തരം ലഹരി ഉപയോഗിക്കുന്നവരെ നല്ല വഴിക്ക് നടത്താനും അവർക്ക് നല്ല മനുഷ്യന്മാരാവാനുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കണം. ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നല്ലവരായ എല്ലാ ജനങ്ങളും ഡി അഡിക്ഷന് വേണ്ടി യോഗ്യരായ ആളുകളെ സമീപിച്ച് അവരെ ബോധവൽക്കരിച്ച് സമാധാനത്തിലൂടെ അവരെ നേർവഴിക്ക് കൊണ്ടുവരണം. അക്രമത്തിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് 2 അടി കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്നൊക്കെയുള്ള ബാലിശമായ ചിന്താഗതി പോലീസ് ഉൾപ്പെടെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ഇത് തിക്തനുഭവം നമുക്കറിയാം, താനൂരിൽ നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ നിസ്സഹകരണത്തിലൂടെയും അതുപോലെ നല്ല മാർഗങ്ങളിലൂടെയാണ്. അതായത് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സഹകരണമല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സഹകരണമാണ്. തീർച്ചയായിട്ടും ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെ പ്രതിശേഷത്തിൽ കയറി വരുന്ന ആൾക്കും പ്രചോദനമാവുന്ന രീതിയിലാണ് നമ്മൾ സമൂഹത്തിന് ചിത്രമാക്കിയിരിക്കുന്നത്. മധുവേട്ടനും നമ്മുടെ കടപ്പുറത്തുള്ള റിയാസുമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ ഒരുപാട് പേര് വന്ന് ഇവിടുത്തെ സമയമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അതുവഴി ഈ പോലീസ് സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറ്റാനും നല്ല സേവനം ജനങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ജയിക്കും. ASI തലേഷ് സ്വാഗതവും ബഷീർ ഓട്ടുമുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് 99 താനൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.